ഞാൻ റൂത്ത് ജോൺസൺ. വെൽക്കം ടു മൈ ക്ലാസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ പറയുന്ന ഇംഗ്ലീഷ് കേൾക്കുമ്പം അവർ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ഉണ്ട്. ഉദാഹരണത്തിന് ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ്, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു പോകും. പലപ്പോഴും പലരുടെയും മനസ്സിലാ വിചാരം വരും, അയ്യോ എനിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന്. ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടെ നിങ്ങൾക്കും അങ്ങനെ സംസാരിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അത് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഹാവ് ബീനും ഹാസ് ബീനും യൂസ് ചെയ്തുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനാണ്. ഇത് വളരെ പ്രയോജനമുള്ളതാണ്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഉദാഹരണങ്ങളാണ്. ഞാൻ ഓരോ സെൻറ്റൻസും പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കൂടെ അത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എന്താ പ്രയോജനം? നമ്മൾ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസും ആകും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പുതിയതായിട്ടുള്ള യൂസേജസ് ഒക്കെ ഒന്ന് നോട്ടും കൂടെ ചെയ്യുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഓർക്കാനും അതുപോലെ തന്നെ ആവശ്യം വരുമ്പം ഓർമ്മ കിട്ടി ഉപയോഗിക്കാനായിട്ടും അത് സഹായിക്കും. അപ്പം നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ഹാസ് ബീനും ഹാവ് ബീനും ഒക്കെയുള്ള ഈ സംഗതി നമ്മൾ സ്കൂളിൽ ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് നമ്മൾ അതിന് പ്രസൻറ്റ്, പെർഫെക്റ്റ്, കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. ഇത് നമ്മളത് ഗ്രാമർ ക്ലാസ് ആയിട്ടൊന്നും അല്ല പഠിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രാക്ടിക്കൽ സെൻറ്റൻസ് വഴിയാണ് നമ്മളത് പഠിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇമാജിൻ ചെയ്തോ, ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്, വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പം നാച്ചുറലി ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. ഐ ആം കുക്കിംഗ്. പക്ഷെ ഇപ്പം തുടങ്ങിയതല്ല കുക്കിങ്. ഞാൻ ഈ കുക്കിംഗ് 9 മണിയായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാൻ എന്താ പറയുന്നത്? അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് 9 o'clock. എങ്ങനെയാ പറഞ്ഞത്? ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് 9 o'clock. ഞാൻ 9 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? ഇപ്പം ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം പറയാനാണെങ്കിൽ ഐ ആം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഞാൻ 9 മണി മുതൽ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയാനാണെങ്കിൽ ഐ ഹാവ് ബീൻ കുക്കിംഗ് എന്ന് വേണം പറയാനായിട്ട്. ഐ ഹാവ് ബീൻ കുക്കിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ കൂടെ അതെപ്പോഴാണ് തുടങ്ങിയതെന്ന് പറയണം, അല്ലെങ്കിൽ അതെത്ര സമയമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അപ്പം എങ്ങനെ പറയും? ഇവിടെ ഈ സെൻറ്റൻസ് ഞാൻ പറഞ്ഞത് ഐ ഹാവ് ബീൻ കുക്കിംഗ് സിൻസ് 9 o'clock എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെൻറ്റൻസ് മൊത്തമായി. ഇനിയും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അല്പം കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി വന്നെന്ന് വിചാരിച്ചു. അനിയത്തി വന്നിട്ട് എന്നോട് പറയാം, ചേച്ചി കുറേ നേരമായിട്ട് ജോലി ചെയ്യുമല്ലേ, പോയി റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ അവളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ചേച്ചി ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. ചേച്ചി ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. യു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 hours. നിങ്ങൾ 3 മണിക്കൂറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ആണ്. യു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 hours. ഇവിടെ ഒരു കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞത് ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 9 o'clock എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ സിൻസ് യൂസ് ചെയ്താൽ എപ്പോൾ തുടങ്ങി എന്നുള്ളത് കൃത്യമായിട്ട് പറയണം. എക്സാമ്പിൾ, സിൻസ് 9 o'clock, അല്ലെങ്കിൽ സിൻസ് മൺഡേ, അതും അല്ലെങ്കിൽ സിൻസ് എസ്റ്റർഡേ, സിൻസ് മോർണിംഗ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതിനൊരു നല്ലൊരു ഉദാഹരണം പറയാമേ. We have been living in Kochi since 1990. ഞങ്ങൾ 1990 മുതലേ കൊച്ചിയിൽ താമസിക്കുകയാണ്. ഒന്നുകൂടെ പറയാം. We have been living in Kochi since പറഞ്ഞാൽ എവിടം തൊട്ടെന്ന് പറയണം, എപ്പോൾ തൊട്ടെന്ന് പറയണം. അതായത് 1990.
1990. സിൻസ് 1990. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ നിങ്ങളെ പറ്റി ഒരു സെൻറ്റൻസ് ഇതുപോലെ ഉണ്ടാക്കി പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ തന്നെ കാര്യമായിക്കോട്ടെ. ഞാനിപ്പോൾ 1990 എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ടാക്കി. നിങ്ങൾ നിങ്ങളുടെ വീടിനെ പറ്റി ചിന്തിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ ഇന്ന വർഷം തൊട്ട് താമസിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സമയം തൊട്ട് താമസിക്കുക, അങ്ങനൊരു സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കിക്കേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിതൊന്ന് പോസ് ചെയ്തോ വീഡിയോ, നിങ്ങളുടെ ആ സെൻറ്റൻസ് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി അതൊന്ന് നോട്ടും ചെയ്ത് വെച്ചാൽ വീഡിയോ കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? കമൻസിൽ അതൊന്ന് ഇടണം. ഓക്കെ. നീതി പറഞ്ഞ സെൻറ്റൻസ് നമുക്ക് നോക്കാം. യു ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 hours. ഇവിടെ സിൻസ് അല്ല അവൾ യൂസ് ചെയ്തത്. അവൾ യൂസ് ചെയ്തത് ഫോർ ആണ്. അപ്പോൾ ഫോർ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം സമയം അല്ലെങ്കിൽ അതിൻ്റെ കാലാവധിയാണ് പറയേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 hours, അല്ലെങ്കിൽ for 10 years, for 5 months, അങ്ങനെ വേണം പറയാനായിട്ട്. They have been calling you for 2 hours. അവർ 2 മണിക്കൂറായിട്ട് നിന്നെ വിളിക്കുക. They have been calling you for 2 hours. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫോർ വെച്ച് ഇതുപോലൊരു സെൻറ്റൻസ് ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കേ. ഒരു കുഴപ്പമില്ല, പോസ് ചെയ്തോളൂ, ഉണ്ടാക്കിക്കോ. ആയോ? വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, എന്നാലും ഒരു കുഴപ്പമില്ല, വിഷമിക്കൊന്നും വേണ്ട. 2-3 പ്രാവശ്യം ഈ ക്ലാസ് ഒന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കും കുറച്ച് ഐഡിയ വരും. ലോക്ക്ഡൗൺ അല്ലേ, അപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മോളി 6 മാസമായിട്ട് വീട്ടിൽ നിന്നാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയൂ ഇംഗ്ലീഷിൽ? മോളി ഹാസ് ബീൻ വർക്കിംഗ് ഫ്രം ഹോം ഫോർ 6 months. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇത്രയും നേരവും പറഞ്ഞ സെൻറ്റൻസിലെല്ലാം ഹാവ് ബീൻ ആ യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴോ മോളി ഹാസ് ബീൻ എന്നാണ് പറഞ്ഞത്. ഇതൊന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ സെൻറ്റൻസിൽ ഐ, വി, യു, ദേ ഇങ്ങനെ ഉള്ള വേർഡ്സ് വെച്ചിട്ടാണ് ഉള്ള സെൻറ്റൻസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം അതിൻ്റെ കൂടെയാണെങ്കിൽ ഐ ഹാവ് ബീൻ, യു ഹാവ് ബീൻ, വി ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ, ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഹി, ഷീ, ഇറ്റ്, അതുപോലെ ഏതെങ്കിലും പേര് മോലിയോ ബാബുവോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹാവ് ബീൻ അല്ല ഹാസ് ബീൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഓർത്ത് വെക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പേര് അതിൻ്റെ കൂടെ ഹാസ് ബീൻ ആണ്. അപ്പം ഇവിടെ മോളി ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മോളി ഹാസ് ബീൻ വർക്കിംഗ് ഫ്രം ഹോം ഫോർ 6 months. ഇനി മോളി ഏപ്രിൽ മുതൽ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്, അങ്ങനെയാ പറയേണ്ടതെങ്കിലോ? അപ്പോൾ പറയും മോളി ഹാസ് ബീൻ വർക്കിംഗ് ഫ്രം ഹോം സിൻസ് ഏപ്രിൽ, കാരണം ഏപ്രിൽ മുതലല്ലേ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. മാത്സ് സാർ റിട്ടയർ ആകുക. അപ്പോൾ നമ്മൾ പറയും മാത്സ് സാറല്ലേ, അപ്പോൾ മാത്സ് സാർ ആകുമ്പോൾ ഹീ അല്ലേ, ഹീ ആകുമ്പോൾ ഹീ ഹാസ് വരും. അപ്പോൾ ഹീ ഹാസ് ബീൻ ടീച്ചിങ് ഇൻ ദി സ്കൂൾ സിൻസ് 1990. അദ്ദേഹം 1990 മുതൽ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഹാസ് ബീൻ ടീച്ചിങ് ഇൻ ദിസ് സ്കൂൾ സിൻസ് 1990. ഇനി 30 വർഷമായിട്ട് പുള്ളി ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണമെങ്കിലോ ഹീ ഹാസ് ബീൻ ടീച്ചിങ് ഇൻ ദി സ്കൂൾ ഫോർ 30 years. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കിക്കേ. രസമല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്. നമ്മുടെ സ്വന്തം സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കി നോക്കണം. എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്യണം. തെറ്റിയാലോ ഒരു കുഴപ്പമില്ല. ആദ്യമൊക്കെ എല്ലാവർക്കും തെറ്റൊക്കെ പറ്റും, പിന്നെ അത് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവരും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നും ഹാവ് ബീൻ, ഹാസ് ബീൻ അത് എപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പഠിച്ചല്ലോ. പക്ഷെ അതുകൊണ്ട് പൂർണ്ണമായില്ല. ഇപ്പോൾ
6 മാസമായിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ? അതുപോലെ ഒരാളോട് ചോദിക്കണം, എത്ര നാളായി നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇതുമല്ല, ഈ ഹാവ് ബീനും ഹാസ് ബീനും വെച്ച് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നെഗറ്റീവായിട്ടൊരു കാര്യം പറയാനും ഒക്കെയുള്ള ഈ കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരുമല്ലോ. ഇനി നിങ്ങൾ ഇത്രയും നേരം ഉണ്ടാക്കിയല്ലോ 2-3 സെൻറ്റൻസസ്, അതൊന്ന് കമൻറ്റ് സെഷനിൽ ഇട്ടുതരും കേട്ടോ. ഞാനത് വായിച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. See you again. Stay safe.